നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിന്റെ പേരിൽ കലഹവും അകൽച്ചയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്കും അത് തോന്നി. അതുകൊണ്ടാ ഞാൻ ഇതെല്ലാം വിശാൽ സാറിനോട് പറയാൻ മടിച്ചതും. പ്രഭാവതിക്കും ഈ മാജിക് ബോക്സിനും തമ്മിൽ എന്താണ് ബന്ധം? അത് കേട്ടിട്ട് പ്രഭാവതി എന്തിനാ ടെൻഷനാവുന്നത്? പ്രഭാവതിക്ക് പരിഭ്രമം ഉണ്ടാവുന്ന വിധത്തിൽ എന്ത് രഹസ്യമായിരിക്കും ഇതിനുള്ളിലുള്ളത്? അതൊക്കെ അറിയണമെങ്കിൽ ഈ ബോക്സ് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ദേവമ്മയുടെ വിരലടയാളം വേണം. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള ചിന്തയിലാ ഞാൻ. നിങ്ങൾ ഏതായാലും ലക്ഷ്മീപുരത്തേക്ക് പോവുമല്ലേ? അവിടെ നിന്ന് ഏതായാലും ഗായത്രി ദേവിയുടെ വിരലടയാളം കിട്ടാതിരിക്കില്ല എന്നാ എന്റെ വിശ്വാസം. അങ്ങനെ അവിടെ നിന്നും വിരലടയാളം കിട്ടിയാൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാവുമല്ലോ. ഞാൻ അതിന് ശ്രമിക്കാം. അച്ഛാ, ഏതായാലും എത്ര പരിശ്രമിച്ചിട്ടായാലും ഈ ബോക്സ് ഓപ്പൺ ചെയ്യണം. ഞാനിത് ഓപ്പൺ ചെയ്തിരിക്കും. ദേവമ്മയുടെ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. അതാരായാലും അയാളെ ഞാൻ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ എത്തിച്ച് അയാൾക്ക് ഞാൻ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കും. മോളെ, നീ സൂക്ഷിക്കണം. ഒരമ്മയും ദേവമ്മയും കൂട്ടിനുള്ളപ്പോ പിന്നെ ഞാൻ ആരെ അച്ഛ പേടിക്കേണ്ടത്? പാർവതി, ഇത് നീ പിടിച്ചേ. ഇതെന്താ? ഇത് കുറച്ച് ഡ്രസ്സുകളാണ്. ഇതിനുള്ളിൽ തനിക്കുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. വാങ്ങിക്ക വാങ്ങിക്ക. സർപ്രൈസ് ഗിഫ്റ്റോ? സാരിയാണോ? അതെ, വെറും സാരിയല്ല, മത്താപ്പ് പോലത്തെ ഒന്നാം തരം പട്ട് സാരി. പട്ട് സാരിയോ? ഇതൊക്കെ എന്തിനാ വാങ്ങിയത്? എടോ, താൻ ആദ്യമായിട്ട് എന്റെ അമ്മയുടെ നാട്ടിലേക്ക് പോവല്ലേ? അവിടുത്തെ നാട്ടുകാര് തന്നെ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ? താൻ അവിടെ ചെല്ലുമ്പോ ഒരു നാട് മുഴുവൻ തന്നെ കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കും. അന്നേരം ഗായത്രി അമ്മയുടെ മരുമകൾ ഗായത്രി അമ്മയെ പോലെ തന്നെ സുന്ദരിയായിരിക്കണ്ടേ? അതിനു വേണ്ടിയാ ഞാൻ ഈ പട്ടുസാരി വാങ്ങിക്കൊണ്ടു വന്നത്. എന്തിനാ സർ ഇങ്ങനെ കാശ് പാഴാക്കുന്നേ? എനിക്കിപ്പൊ തന്നെ ധാരാളം സാരികളുണ്ടല്ലോ. എടോ പാർവതി, ഇത് ഞാൻ മനസ്സ് നിറഞ്ഞ് നിനക്ക് നൽകുന്ന സമ്മാനോ. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കിയാലും എനിക്ക് അതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് താൻ ആ ചിന്ത അങ്ങ് വിട്ടേക്ക്. ശരി, സമ്മാനം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ലല്ല, നിൽക്ക്. അത് തുറക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ ഗെയിമുണ്ട്. ഗെയിമോ? ആ, അതെ. താൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ളിലെ സാരിയുടെ നിറം എന്താണെന്ന് ഊഹിച്ച് പറയണം. പറഞ്ഞ ആ നിറം കൃത്യമായാൽ തന്നെ കെട്ടിപ്പിടിച്ച് ഒരു മുതുകവും. അത് കൊള്ളാലോ. പിന്നെ തീർന്നില്ല. ഇനി താൻ പറയുന്നത് തെറ്റാണെങ്കിൽ താനൊരു ചുംബനം എനിക്ക് തരണം. ശരി ശരി, ആയിക്കോട്ടെ. അപ്പോ എന്താ സാരിയുടെ നിറം?
പല്ലവി, എന്താ? ഞാൻ നിനക്ക് ഒരു സാരി തരാൻ വേണ്ടി വന്നതാ. സാരിയോ? എനിക്കോ? അതെ, നിനക്ക് തന്നെ. എന്തേ? അപ്പോ ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ട്. എനിക്ക് നിന്നോട് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സില് നിന്നെ കുറിച്ചുള്ള കരുതലുകളേ ഉള്ളൂ. നിന്നെ ഞാൻ അതിര് കടന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാസിച്ചിട്ടുണ്ടെങ്കിൽ, അതെപ്പോഴും നിന്റെ ഭാവിയെക്കുറിച്ചുള്ള എന്റെ ചിന്ത കൊണ്ട് മാത്രമായിരുന്നു. അതൊക്കെ നീ മറന്നേക്ക്. നീ ഇതിൽ നിന്നൊരു സാരി എടുക്ക. ലക്ഷ്മിപുരത്തേക്ക് പോകുന്നതിന് പ്രമാണിച്ച് വിശാൽ സാർ ഇവിടെ എല്ലാവർക്കുമായിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ ഇതെല്ലാം. ദാ, ഇഷ്ടമുള്ളത് എടുക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുക്കുന്നു. അയ്യോ മോളെ, ഇത് വിശാൽ സാറ് എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയാ. ഞാനിത് മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. വിശാൽ സാർ ഇവൾക്ക് വേണ്ടി വാങ്ങിയ സാരിയാണെങ്കിൽ ഇതിന് വലിയ വില ഉണ്ടാവുമല്ലോ. എന്നാൽ ഈ സാരി എനിക്ക് തന്നെ വേണം. മോള് ഇത് മാറ്റി വെച്ചിട്ട് വേറെ ഏത് സാരി വേണമെങ്കിലും എടുത്തോളൂ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതുപോലൊരു സാരി ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. എന്റെ പൊന്ന് ചേച്ചിയല്ലേ, ഇതെനിക്ക് തരുവോ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി ഈ സാരി എനിക്ക് തരും. ചേച്ചിക്ക് ഈ സാരിയാണോ വലുത്, അതോ പല്ലവി മോളാണോ? മോളെ, അത് എനിക്ക് നീ തന്നെയാണ് വലുത്. പക്ഷെ വിശാൽ സാറ് സാറിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ സാരി ഞാൻ എടുത്തു. ഞാനേ ഇതൊന്ന് ഉടുത്ത് നോക്കട്ടെ, എന്നിട്ട് ചേച്ചിയെ വിളിക്കാം. ചേച്ചി, ഇത് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തേക്കാം. ചേച്ചി ചെല്ല് ചേച്ചി. സാറ് മോഹത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന സാരി ഞാൻ പല്ലവിക്ക് കൊടുത്തത്. സാറിന് അത് വലിയ വിഷമാവുമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.